ഹലോ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഹരികൃഷ്ണൻ, HSST GHSS കാസർഗോഡ്. ഞാൻ ഈ വീഡിയോ സ്റ്റാറ്റിസ്റ്റിക്സ് ടീച്ചേഴ്സ് ഗ്രൂപ്പ് കാസർഗോഡിന് വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പത്തെ ക്ലാസ്സിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് എക്സ്പെരിമെൻറ്റും റാൻഡം എക്സ്പെരിമെൻറ്റ്, അതേപോലെ തന്നെ ഈവൻറ്റ്, പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ്, അതേപോലെ സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിൻറ്റ്സ്, ഇവയൊക്കെ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ ഈവൻറ്റ് എന്താണെന്നും പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവൻറ്റ്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണെന്നും സാമ്പിൾ പോയിൻറ്റ്സ്, അതേപോലെ സാമ്പിൾ സ്പേസ്, ഇവയൊക്കെ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് ആൻ ഈവൻറ്റ്? ഒരു ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഈവൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഔട്ട്കംസ് വിച്ച് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് കോമൺ. അതായത് ഈവൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഔട്ട്കംസിൻ്റെ സെറ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് വിച്ച് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് കോമൺ. അതിന് ചില പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഒരു ഔട്ട്കംസിൻ്റെ ഈവൻറ്റ് എന്ന് പറയുന്നത് എ സെറ്റ് ഓഫ് ഔട്ട്കംസ് വിച്ച് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ആസ് കോമൺ. അതായത് ഔട്ട്കംസിലെ ഒരു സെറ്റ്, ആ സെറ്റിൻ്റെ പ്രത്യേകത, അവയ്ക്ക് ചില ഗുണങ്ങളുണ്ടാവും. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ആൻ ഈവൻറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ റോളിങ് എ ഡൈ ഗെറ്റിംഗ് ഈവൻ നമ്പർ ഈസ് ആൻ ഈവൻറ്റ്. അതായത് ഒരു ഡൈ ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഈവൻറ്റ്, നമുക്ക് ഈവൻ നമ്പർ കിട്ടാനുള്ള ഒരു ട്രയലിനെ പറയുന്നത് ഈവൻറ്റ് എന്നാണ്. ഇൻ റോളിങ് എ ഡൈ ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ ഈസ് ആൻ ഈവൻറ്റ്. ഓർ അനദർ എക്സാമ്പിൾ, സപ്പോസ് വി ടോസ് എ കോയിൻ, ഗെറ്റിംഗ് ഹെഡ് ഈസ് ആൻ ഈവൻറ്റ്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾ പറയാൻ പറ്റും. ഇൻ എ പാക്ക് ഓഫ് വെൽ ഷഫിൾഡ് കാർഡ്, അതായത് എത്ര കാർഡ് ഉണ്ടെന്ന് നമുക്കറിയാം, 52 കാർഡ് ഉണ്ട്. ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് കിട്ടാനുള്ള ചാൻസ് അതെന്തായിരിക്കും? അല്ലെങ്കിൽ അത് വിച്ച് ആർ ദ സാമ്പിൾ പോയിന്റ്സ് ഇൻ ദാറ്റ് ഏസ്? 4 ഏസസ് ആർ ദെയർ. ദാറ്റ് ഈസ് ആൻ ഈവൻറ്റ്. അപ്പോൾ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്കംസിൻ്റെ ഒരു പ്രത്യേക ഗുണമുള്ള സെറ്റിനെയാണ് പറയുന്നത് ഈവൻറ്റ് എന്ന് പറയുന്നത്. Now consider an example, tossing of a coin. ഒരു കോയിൻ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. കോയിൻ കാണാത്തവരായിട്ട് ആരുമില്ല. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന് ഹെഡും ഉണ്ട്, ടെയിലും ഉണ്ട്, അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് ഈസ് ഹെഡ് ഓർ ടെയിൽ. ഒരു കോയിൻ ടോസ് ചെയ്താൽ 2 റിസൾട്ട് കിട്ടും. ഒന്നെങ്കിൽ ഹെഡ് കിട്ടും, അല്ലെങ്കിൽ ടെയിൽ കിട്ടും. 2 കോയിൻ ഇട്ടാലോ? കൺസിഡർ അനദർ എക്സാമ്പിൾ ഓഫ് ടോസിങ് 2 കോയിൻസ് സൈമിൾട്ടേനിയസ്ലി. 2 കോയിൻ ഇടുമ്പോൾ അല്ലെങ്കിൽ എറിയുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ഒരുമിച്ചാണ് ഇടേണ്ടത്. ഒന്ന് ഇട്ട ശേഷം വീണ്ടും മറ്റൊന്ന് ഇടുന്നതല്ല. 2 കോയിൻ ഇങ്ങനെ കയ്യിൽ പിടിച്ച് 2 ഇങ്ങനെ ഒരുമിച്ചിടുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? HH കിട്ടും. അതായത് 2ലും ഹെഡ് കിട്ടും. HT കിട്ടും. ഒന്നാമത്തേൽ H, രണ്ടാമത്തേൽ T കിട്ടും. TH കിട്ടും. ആദ്യത്തേൽ ടെയിലും രണ്ടാമത്തേൽ ഹെഡും കിട്ടും. അല്ലെങ്കിൽ TT, 2ലും ടെയിൽ കിട്ടും. ഇതാണ് റിസൾട്ട്. ഈ റിസൾട്ടിനെ നമുക്ക് എസ് എന്ന അക്ഷരത്തിൽ സൂചിപ്പിച്ചാൽ S ഈക്വൽ ടു സെറ്റിൻ്റെ സിമ്പിളാണ് ഇത്. സെറ്റ് HH, HT, TH, TT. ഇതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഈ സാമ്പിൾ സ്പേസിനകത്തുള്ള മെമ്പേഴ്സിനെ സാമ്പിൾ പോയിന്റ്സ് എന്നാണ് പറയുന്നത്. സാമ്പിൾ പോയിന്റ്സ് ഏതെല്ലാന്ന്? HHും HT, TH, TT. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, നേരത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നിങ്ങൾ ഈ സാമ്പിൾ സ്പേസും സാമ്പിൾ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സാമ്പിൾ സ്പേസിനെ S എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സോ S ഈക്വൽ ടു സെറ്റ് HH, HT, TH, TT. ഇതാണ് 2 കോയിൻസ് സൈമൾട്ടേനിയസ് ആയിട്ട് റോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമുക്ക് റിസൾട്ട്. അടുത്തത് എക്സ്പെരിമെൻ്റ് എന്തെന്ന് നോക്കാം. ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ പല എക്സ്പെരിമെൻറ്റും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. റോളിങ് എ ഡൈ ചെയ്തിട്ടുണ്ട്, ടോസിങ് എ കോയിൻ ചെയ്തിട്ടുണ്ട്, ഡ്രോയിങ് എ കാർഡ് ഫ്രം വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് കാർഡ്സ്. അതായത്
നന്നായി കശക്കിയ കാർഡിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒന്നോ രണ്ടോ കാർഡ് വലിക്കുന്നത് അതും ഒരു എക്സ്പെരിമെൻ്റ് ആണ്. സോ ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് എ റാൻഡം എക്സ്പെരിമെന്റ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് കണ്ടീഷൻ. ഇങ്ങനെ ചെയ്യുന്ന എക്സ്പെരിമെന്റിനെല്ലാം റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്? താഴെ പറയുന്ന എന്ന് വെച്ചാൽ ഈ 3 കണ്ടീഷൻസ്. ഏതൊക്കെയാണ് 3 കണ്ടീഷൻസ്? ഒന്നാമത്തത്, ഇറ്റ് ഹാസ് മോർ ദാൻ വൺ ഔട്ട്കം. അപ്പോൾ അതിന് ഒന്നിലധികം റിസൾട്ട് വേണം. ഒരു റിസൾട്ട് മാത്രമാണെങ്കിൽ നേരത്തെ നമുക്ക് പറയാൻ പറ്റുമോ അത് ഇന്നത് കിട്ടുന്നുള്ളത് പറയാൻ പറ്റും. പക്ഷേ ഇതിന് ഒന്നിൽ കൂടുതൽ ഔട്ട്കം വേണം, ഒന്നിൽ കൂടുതൽ റിസൾട്ട് വേണം. അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കൂടാ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദ ഔട്ട്കം ഇൻ അഡ്വാൻസ്. അതായത് ഈ എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം അഡ്വാൻസ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കൂടാ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. വാട്ട് ഈസ് ദ തേർഡ് കണ്ടീഷൻ? തേർഡ് കണ്ടീഷൻ ഈസ് ഇറ്റ് ക്യാൻ ബി റിപ്പീറ്റഡ് എനി നമ്പർ ഓഫ് ടൈംസ് അണ്ടർ ഐഡന്റിക്കൽ കണ്ടീഷൻസ്. അതായത് ചില കണ്ടീഷന്റെ ബേസിൽ ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സ്പെരിമെന്റിനെ ചില കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെരിമെന്റിനെ എന്ത് പറയാൻ പറ്റും? റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയാൻ പറ്റും. സോ റാൻഡം എക്സ്പെരിമെന്റ് ഈസ് ആൻ എക്സ്പെരിമെന്റ് if it satisfies the following 3 conditions. First condition is it has more than one outcome. Second condition is it is not possible to predict the outcome in advance. Third condition is it can be repeated any number of times. Now we can see how will you get the probability of an event. ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. How will you get a probability of an event? The probability of an event A is number of outcomes of A by number of outcomes in S. അതായത് A എന്ന ഈവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ A, അതായത് A എന്ന ഈവന്റിലെ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എസ്, അതായത് സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ്. എന്ന് വെച്ചാൽ ഒരു ഈവന്റ് എ, ക്യാപിറ്റൽ അക്ഷരം കൊണ്ടാണ് ഈവന്റിനെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ഈവന്റ് എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ എ, അതായത് ഈവന്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ സാമ്പിൾ സ്പേസ്. അതിനെ നൊട്ടേഷൻ പ്രകാരം എങ്ങനെ എഴുതാൻ പറ്റും? പി ഓഫ് എ ഈക്വൽ ടു എൻ ഓഫ് എ. എൻ ഓഫ് എ മീൻസ് നമ്പർ ഓഫ് outcomes in A divided by n of S, that is number of outcomes in S. അപ്പോൾ ഒരു ഈവന്റിന്റെ പ്രോബബിലിറ്റി കാണുന്ന എങ്ങനെ? എയിലെ ഔട്ട്കംസിനെ ഡിവൈഡ് ബൈ സാമ്പിൾ സ്പേസിലെ ഔട്ട്കംസ്, അതായത് നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഇൻ എ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ സാമ്പിൾ സ്പേസ്. ഇതാണ് എന്താണ് പ്രോബബിലിറ്റി ഓഫ് ആൻ ഈവന്റ്. ഇനി കൺസിഡർ ടോസിങ് ഓഫ് 2 കോയിൻ സൈമിൾട്ടേനിയസ്ലി. 2 കോയിൻ നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് എറിയുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എസ് ഈക്വൽ ടു എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി. ഞാനൊരു വേരിയബിൾ ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അതായത് ഹെഡ് ലഭിക്കുന്നതിൻ്റെ നമ്പറിനെ എക്സ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നതിന് വിചാരിക്കാം. ക്യാപിറ്റൽ എക്സ് ആണ്. ലെറ്റ് ക്യാപിറ്റൽ എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ എസ്സിലുള്ള മെമ്പേഴ്സ് ഏതെല്ലാമാണ്? ആദ്യത്തെ എച്ച് എച്ച്, രണ്ടാമത്തെ എച്ച് ടി, മൂന്നാമത്തെ ടി എച്ച്, നാലാമത്തെ ടി ടി. അപ്പോൾ എക്സിൻ്റെ വില, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ആദ്യത്തെ എച്ച് എച്ച് ആകുമ്പോൾ എത്ര ഹെഡ് ഉണ്ട്? 2 ഹെഡ് ഉണ്ട്. അപ്പോൾ എക്സിൻ്റെ വില 2. രണ്ടാമത്തേൽ എത്ര എച്ച് ഉണ്ട്? 1 എച്ച്. അപ്പോൾ എക്സിൻ്റെ വില 1. മൂന്നാമത്തേൽ എത്ര എച്ച് ഉണ്ട്? 1 എച്ച് ഉണ്ട്. സോ എക്സ് ഈസ് 1. ഫോർത്ത് വൺ ടി ടി, എത്ര എച്ച് ഉണ്ട്? 1 എച്ചും ഇല്ല, 0 ആണ്. അപ്പോൾ എക്സിൻ്റെ വില 0. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. ആദ്യത്തേൽ 2, അടുത്തത് 1, അടുത്തത് 1, അടുത്തത് 0. സോ വാല്യൂസ് ഓഫ് എക്സ് ഈസ് 2, 1, 1, 0. ഹിയർ that is a random variable is a real valued function defined over the sample space. അതായത് ഒരു റാൻഡം വേരിയബിൾ എന്ന് വെച്ചാൽ a random variable is a real valued function defined over the sample space. സാമ്പിൾ സ്പേസിൽ
ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനെയാണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഹിയർ എക്സ് ഈസ് ദ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അതായത് റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ആ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് എന്നാണ്. അതായത് എത്ര ഹെഡ് ഒബ്റ്റെയിൻ ചെയ്തു, ആ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിനെ നമുക്ക് റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റും. റാൻഡം വേരിയബിളിനെ സൂചിപ്പിക്കുന്ന അക്ഷരം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് തന്നെ ആവണമെന്നില്ല, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. സോ ഹിയർ എക്സ് ഈസ് ദ number of heads obtained is the function associated with the sample space. So x is a random variable. അതുകൊണ്ട് എക്സിനെ നമുക്ക് ഇവിടെ റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റും. അപ്പോൾ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റാൻഡം വേരിയബിൾ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. So what is a random variable? When the value of a variable is determined by the outcome of a random experiment, then the variable is called random variable. അപ്പോൾ റാൻഡം വേരിയബിളിനെ വേറൊരു തരത്തിലും ഡിഫൈൻ ചെയ്യാൻ പറ്റും. റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് പറഞ്ഞു. വേറൊരു തരത്തിൽ പറഞ്ഞാലോ വെൻ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ദെൻ ദ വേരിയബിൾ ഈസ് കോൾഡ് റാൻഡം വേരിയബിൾ. അതായത് ഒരു വേരിയബിളിന്റെ വില ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ഒരു വേരിയബിളിന്റെ വില ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ എന്ത് പറയാൻ പറ്റും? റാൻഡം വേരിയബിൾ എന്ന് പറയാൻ പറ്റും. വെൻ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ദെൻ ദ വേരിയബിൾ ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. ഇത് വളരെ പ്രധാനപ്പെട്ട, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ. വാട്ട് ഈസ് എ റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ, റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം വേരിയബിൾ വെൻ ദ വാല്യൂ ഓഫ് എ വേരിയബിൾ, അതായത് വേരിയബിളിന്റെ വില എപ്പോഴാണ് ഏതിലാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ആ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആയിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിന് എന്ത് പറയും? റാൻഡം വേരിയബിൾ എന്ന് പറയും. ഇറ്റ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം ആയിട്ട് ഒരു വേരിയബിളിന്റെ വില ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിനെ പറഞ്ഞത് റാൻഡം വേരിയബിൾ എന്നാണ്. ഇനി റാൻഡം വേരിയബിൾ രണ്ട് ടൈപ്പിലുണ്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Random variables are two types, discrete and continuous. Here we will discuss what is a discrete random variable, or when it is said to be a discrete, when a random variable is said to be discrete. A random variable is said to be discrete random variable if it assumes finite or countably infinite number of values. അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ കൗണ്ടബിളി ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് ആവാം, പക്ഷെ അത് കൗണ്ടബിൾ ആയിരിക്കണം. ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണ്. കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ എ റാൻഡം വേരിയബിൾ ഈസ് സെഡ് ടു ബി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇഫ് ഇറ്റ് അസ്യൂംസ് ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. ഫൈനൈറ്റ് വാല്യൂസോ ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസോ അസ്യൂം ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒരു റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അതിൻ്റെ വിലകൾ ഏതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, സം എക്സാമ്പിൾ ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഫസ്റ്റ് വൺ ഈസ് ദ നമ്പർ ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജ് ഓഫ് എ ഡിസ്ട്രിക്റ്റ്. ദ നമ്പർ ഓഫ് ഹൗസസ് ഇൻ എ വില്ലേജ് ഓഫ് എ ഡിസ്ട്രിക്റ്റ്. ഒരു ഡിസ്ട്രിക്റ്റിലെ വില്ലേജിലെ വീടുകളുടെ എണ്ണം അത് ഡിസ്ക്രീറ്റ് ആണ്. എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത്ര വീടുണ്ട് ഇന്ന വില്ലേജിൽ, അല്ലെങ്കിൽ ഇന്ന ഡിസ്ട്രിക്റ്റിലെ ഇന്ന വില്ലേജിൽ ഇത്ര വീടുണ്ട് എന്ന് നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹു വിസിറ്റഡ് എ ബാങ്ക് ഡ്യൂറിങ് ആൻ അവർ. ദാറ്റ് ഈസ് ഓൾസോ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. വി ക്യാൻ സേ ക്ലിയർ കട്ട് ഹൗ മെനി കസ്റ്റമേഴ്സ് വിസിറ്റഡ് ഡ്യൂറിങ് എ ബാങ്ക് ഡ്യൂറിങ് ആൻ അവർ. ഒരു ബാങ്കിൽ ഒരു മണിക്കൂറിനകം കൃത്യമായിട്ട് എത്ര കസ്റ്റമേഴ്സാണ് വിസിറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. മൂന്നാമത്തത്, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിലെ കുട്ടികളുടെ എണ്ണം അത് ഡിസ്ക്രീറ്റ് ആണ്. അതും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇത്ര കുട്ടികളുണ്ട് ഇന്ന ക്ലാസ്സിൽ. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് എക്സാമ്പിൾ ഒരുപാട് പറയാൻ പറ്റും. നമ്പർ ഓഫ് ടെലിഫോൺ കംപ്ലൈൻറ്റ്സ് റിസീവ്ഡ് ഡ്യൂറിങ് എ വീക്ക് ഓഫ് എ സർട്ടൻ മന്ത്. നമ്പർ ഓഫ് ടെലിഫോൺ കംപ്ലൈൻറ്റ്സ് റിസീവ്ഡ്
ഇൻ എ ടെലിഫോൺ എക്സ്ചേഞ്ച് ഡ്യൂറിങ് എ വീക്ക്, അതും എന്തായിരിക്കും? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ വാട്ട് ഈസ് എ PMF? Suppose if x is a discrete random variable taking values x1, x2, x3, etc. xn with probabilities p of x1, px2, px3, etc. pxn respectively such that, അതായത് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് വിചാരിക്കാം. അതിൻ്റെ വിലകൾ എന്തെല്ലാമാണ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ വിലകൾ എന്ന് പറയുന്നത് സ്മോൾ x1, x2, etc. xn വിത്ത് പ്രോബബിലിറ്റീസ് px1, px2, px3, etc. pxn റെസ്പെക്റ്റീവ്ലി സച്ച് ദാറ്റ് രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താണ്? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എവരി പ്രോബബിലിറ്റി ഈസ് നോൺ നെഗറ്റീവ് നമ്പർ. അപ്പം എല്ലാ പ്രോബബിലിറ്റിയും നോൺ നെഗറ്റീവ് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് p of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പ്രോബബിലിറ്റി എപ്പോഴും 0 അതിൽ കൂടുതലോ ആയിരിക്കും. പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയിരിക്കും. ഒന്നാമത്തെ കണ്ടീഷൻ എവരി പ്രോബബിലിറ്റി ഈസ് നോൺ നെഗറ്റീവ്. Every probability is a non-negative number. That is first condition. What is the second condition? The sum of all probability is always unity. അതായത് പ്രോബബിലിറ്റി എല്ലാം കൂട്ടിയാൽ കിട്ടുന്നത് ഒന്നിന് തുല്യമായിരിക്കും. സിഗ്മ പി എക്സ്, ദാറ്റ് ഈസ് സിഗ്മ പി എക്സ് ഈക്വൽ ടു 1. നമുക്ക് തന്നിരിക്കുന്ന പ്രോബബിലിറ്റി എല്ലാം കൂട്ടിയാൽ എത്ര കിട്ടണം? 1 കിട്ടണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. If x is a discrete random variable taking values x1, x2, etc. xn with probabilities px1, px2, px3, etc. pxn respectively such that first condition is every probability is non-negative, that is px greater than or equal to 0. Second condition is the sum of all probabilities is always unity, sigma px equal to 1. അപ്പോൾ നമുക്ക് ഇവിടെ എക്സിൻ്റെ വിലകളും പി എക്സിൻ്റെ വിലകളും ഒരു അറേ ആയിട്ട് എഴുതാം. Let us write this value of x and value of px in an array. The value of x is x1, x2, x3, x4. P of x1, P of x2, P of x3, P of x4. Total probability is 1. Then the array of values of x and their probability is called probability distribution of the discrete random variable. അപ്പോൾ ഈ അറേനാണ് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ വിലകളെയും പി എക്സിൻ്റെ വിലകളെയും അറേ ആയിട്ട് എഴുതുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? എക്സിൻ്റെ വിലകളല്ല എക്സ് അക്ഷത്തിലും പി ഓഫ് എക്സിൻ്റെ വിലകൾ ഞാൻ വൈ അക്ഷത്തിലും കൊടുക്കുന്നുണ്ട്. x1ൻ്റെ വില p1, px1, x2ൻ്റെത് പ്രോബബിലിറ്റി px2, അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തായിരിക്കും? എക്സിൻ്റെ വിലയും പി ഓഫ് എക്സിൻ്റെ വിലയും ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തിയാൽ അത് ലൈൻ ഗ്രാഫായിട്ട് കിട്ടും. ഒരു ലൈൻ ഗ്രാഫാണ്. ഓരോന്നിനും ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ടാവും. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു റാൻഡം വേരിയബിൾസ് ആൻഡ് എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്, എക്സും വൈയും ക്യാപിറ്റൽ എക്സും ക്യാപിറ്റൽ വൈയും രണ്ട് റാൻഡം വേരിയബിൾ ആണെന്ന് വിചാരിക്കാം. എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. ദെൻ നമുക്ക് 7 റൂൾസ് ഉണ്ട്. അതായത് ഫസ്റ്റ് റൂൾസ് എക്സ് പ്ലസ് എ, റാൻഡം വേരിയബിളിനോട് എക്സിനോട് കൂടി ഒരു കോൺസ്റ്റൻ്റ് ആഡ് ചെയ്താൽ, അതേപോലെ തന്നെ എ ഇൻറ്റു എക്സ്, രണ്ടാമത്തെ എ ഇൻറ്റു എക്സ് കോൺസ്റ്റൻറ്റിനെ റാൻഡം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, എക്സ് പ്ലസ് വൈ റാൻഡം വേരിയബിൾ ആഡ് ചെയ്താലും, എക്സ് ഇൻറ്റു വൈ രണ്ട് വേരിയബിൾ തമ്മിൽ റാൻഡം വേരിയബിൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും 1/x, അതായത് റാൻഡം വേരിയബിളിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും, എക്സ് മൈനസ് വൈ റാൻഡം വേരിയബിൾ സബ്ട്രാക്ട് ചെയ്താലും, എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഇൻറ്റു വൈ, അതായത് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഫസ്റ്റ് റാൻഡം വേരിയബിൾ പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് ബി ഇൻറ്റു സെക്കൻഡ് റാൻഡം വേരിയബിൾ, ഈ എല്ലാം ഈ പറഞ്ഞ 7 എണ്ണവും എന്തായിരിക്കും? ഓൾസോ റാൻഡം വേരിയബിൾ ആയിരിക്കും. അതും റാൻഡം വേരിയബിൾ ആയിരിക്കും. അപ്പോൾ എക്സും വൈയും റാൻഡം വേരിയബിൾ ആണെങ്കിൽ ഒരു റാൻഡം വേരിയബിളിൻ്റെ ഒന്നിച്ച് ഒരു കോൺസ്റ്റൻറ്റ് കൂട്ടിയാലോ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, രണ്ട് റാൻഡം വേരിയബിൾ ആഡ് ചെയ്താലോ, രണ്ട് റാൻഡം വേരിയബിൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലോ, അതായത് റാൻഡം വേരിയബിളിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും, റാൻഡം വേരിയബിൾ സബ്ട്രാക്ട് ചെയ്താലും, അതേപോലെ കോൺസ്റ്റൻറ്റ് കൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് ഒന്നാമത്തെ റാൻഡം വേരിയബിളിനെ ആഡ് ചെയ്യുക, പ്ലസ് വേറൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് രണ്ടാമത്തെ റാൻഡം വേരിയബിളിനെ ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അത് രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? അതും റാൻഡം വേരിയബിൾ ആയിരിക്കും. 7 റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ റാൻഡം വേരിയബിളുമായി ബന്ധപ്പെട്ട റൂൾസാണ്.
ഇനി പ്രോപ്പർട്ടീസ് ഓഫ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. 4 പ്രോപ്പർട്ടിയാണ് പ്രധാനപ്പെട്ടത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ പി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. എല്ലാ കേസിലും പ്രോബബിലിറ്റി എന്തായിരിക്കും? പൂജ്യമോ അതിൽ കൂടുതലായിരിക്കും. പി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. രണ്ടാമത്തെ പറഞ്ഞാൽ സിഗ്മ പി എക്സ് ഈക്വൽ ടു 1. ടോട്ടൽ പ്രോബബിലിറ്റിയുടെ ടോട്ടൽ എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, അതായത് എക്കും സിക്കും ഇടയിലുള്ളതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി പ്ലസ് പി ഓഫ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി. അതായത് ബി എന്ന പോയിന്റ് എക്കും സിക്കും ഇടയിലാണെങ്കിൽ എക്കും സിക്കും ഇടയിലുള്ള പ്രോബബിലിറ്റി കിട്ടുന്നത് എങ്ങനെയാണ്? എക്കും ബിക്കും ഇടയിലുള്ള പ്രോബബിലിറ്റിയോട് കൂടി ബിക്കും സിക്കും ഇടയിലുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് തേർഡ് കണ്ടീഷൻ ഈസ് പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി ഈക്വൽ ടു പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി പ്ലസ് പി ഓഫ് ബി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ സി, വേർ ബി ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. ബി എന്ന് പറയുന്നത് എക്കും സിക്കും ഇടയിലാണ്. ഇനി നാലാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? പി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു പി ഓഫ് എക്സ് വൺ പ്ലസ് പി ഓഫ് എക്സ് ടു. അതായത് രണ്ട് വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, രണ്ട് വേരിയബിൾ ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയോട് കൂടി രണ്ടാമത്തെ വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ മതി. പി ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ടു ഈക്വൽ ടു പി ഓഫ് എക്സ് വൺ പ്ലസ് പി ഓഫ് എക്സ് ടു. that much about this class. ഈ ക്ലാസ്സിൽ അത്രയേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.